ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ പായസങ്ങളിലെ രാജാവ് അഥവാ പാലടപ്രഥമൻ അല്ലെങ്കിൽ അടപ്രഥമൻ, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പായസം, അതിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയിൽ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നല്ല അടി കട്ടിയുള്ള ഒരു പാത്രമാണ് വേണ്ടത്. അത് നന്നായി ചൂടായതിനു ശേഷം ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാനിവിടെ പാലട പായസം മിക്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ രുചിക്കൂട്ട് എന്നുള്ള ഒരു കമ്പനിയുടെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എല്ലാ ഐറ്റംസും മിക്സ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുമല്ലോ. സെപ്പറേറ്റ് ഇപ്പോൾ നമ്മൾ അട മാത്രം വാങ്ങിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര, കുറച്ച് ഏലക്കയുടെ പൊടി, അത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ വേണമെങ്കിൽ കുറച്ച് കാഷ്യൂനട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ മിക്സ് വാങ്ങിയതിൽ കുറച്ച് കാഷ്യൂനട്ടിൻ്റെ പീസസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഇഷ്ടം പോലെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് കുറച്ച് ഇട്ടാൽ മതി. കാഷ്യൂനട്ട് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗണിഷ് ആവുന്നത് വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്കത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതാവുന്ന നേരം കൊണ്ട് നമുക്കത് തിളപ്പിച്ചെടുക്കാമല്ലോ. ഞാനിവിടെ 3 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കൗമട പാലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. കുറച്ച് കട്ടിയുള്ള പാലാകുമ്പോൾ അത്രയും നല്ലത്. ഞാൻ 1 കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് തന്നെ എടുക്കാം. അപ്പോൾ പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ നമ്മുടെ പായസം മിക്സ് ഒരു കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടോടെ തന്നെ നമുക്ക് ആ പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ആ ഒഴിക്കുന്ന ടൈമിൽ അത് കുറച്ച് കട്ടി പോലെ തോന്നും, പക്ഷേ പേടിക്കാനൊന്നുമില്ല. അത് ഓക്കെ, മെൽട്ടായിക്കോളും. ആദ്യം കുറച്ച് ഒഴിച്ച് അതൊന്ന് മെൽട്ടായതിന് ശേഷം നമുക്ക് ബാലൻസ് പാൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കത് നല്ലപോലെ ഇളക്കി ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. ഇനി നമുക്കത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 30 to 45 മിനിറ്റ്സ് ആയതിന് ശേഷമാണ് എനിക്കിവിടെ ഒരു വിസിൽ വന്നത് കേട്ടോ. ഇനി നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ അടപ്രഥമൻ എനിക്ക് കിട്ടിയ ലെവൽ ഇങ്ങനെയാണ് കേട്ടോ. നല്ല തിക്നെസ് ഉണ്ടായിരുന്നു. നമുക്ക് ഈ തിക്നെസ് വേണ്ടവർക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം അല്ലെങ്കിൽ ചൂടുള്ള പാലോ വല്ലതും മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലട പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.